ഇതുവരെ ഉറങ്ങിയില്ലേ? എത്ര നാളാണ് ഇങ്ങനെ എങ്ങനെ ഉറങ്ങാതെ? അന്ത്യം വരെ. To me, this is quite impressive. What's your opinion? Not bad. The product is projected. That's important. Media list check up ചെയ്തോ? മെഡിക്കൽ ജേർണൽസിന് ടോട്ടൽ കവറേജ് കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ? പ്രധാനപ്പെട്ട 7 മെഡിക്കൽ ജേർണലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Okay, Mr. Swagaran, go ahead. അങ്കിൾ, ചേട്ടത്തിയുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ്. What happened? ഇതാണ് സിംറ്റം. Yeah. Pathological investigations are quite normal. അല്ലേ സുനിതേ? യെസ് അങ്കിൾ. ENT ടെസ്റ്റിലും അപാകതയൊന്നും കാണാനില്ല. സാധാരണയായി പലരിലും കാണുന്ന സൈനസ് ട്രബിൾ പോലും ചേട്ടത്തിക്കില്ല, അല്ലേ അങ്കിൾ? Yes, you are right. ചുരുക്കത്തിൽ ഈ ടെസ്റ്റുകൾക്കൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ്? സ്കാനിങ്, ബ്രെയിൻ സ്കാനിങ്. തലച്ചോറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം. ഏതായാലും ഫിസിഷ്യൻ പറഞ്ഞ മരുന്ന് എന്നെ ഒരാഴ്ചത്തെ കൂടി കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വാട്ട് ഡു യു സേ രാജശേഖരൻ? ദാറ്റ്സ് റൈറ്റ്. അല്ലാതെ എന്ത് ചെയ്യാനാ മാത്യു? മതി മതി. നീ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്ന് എങ്ങനെയാ കഴിക്കുന്നത്? നേരെ ഇരുന്ന് കഴിക്കൂ. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്ന്. ENT സ്പെഷ്യലിസ്റ്റും ഐ സ്പെഷ്യലിസ്റ്റും ഒക്കെ നോക്കി. സുനിതേ, നീ അവരെ കണ്ടില്ലേ? പിന്നെ എല്ലാ റിപ്പോർട്ടും ഇന്ന് വൈകുന്നേരം കിട്ടും. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മറക്കരുത്. ഇല്ല. വൈകിട്ട് ഞാൻ ഡോക്ടർ മാത്യുവിനെ വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? കറക്റ്റ്. ഇക്കാലത്ത് ഒരു ഡോക്ടറെയും വിശ്വസിച്ചുകൂടാ. വല്ല ആയുർവേദ ചികിത്സയും നോക്കിയാലോ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറയട്ടെ. നോ ഫിയേഴ്സ്, പറയണം. ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഇവക്ക് ഗുണം ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് രാധ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ? ബൈ ഓൾ മീൻസ്, എനിക്ക് യാതൊരു വിരോധമില്ല. മോളെ, നാം കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകാം. എന്തിന്? നിന്റെ ഈ വിട്ടുമാറാത്ത തലവേദന ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിന് ഒരു തകരാറുമില്ല. ഏത് തീരാവ്യാധിയാണെങ്കിലും ഈ വീട് വിട്ട്, എന്റെ സുഖവട്ടിനെ വിട്ട് ഞാൻ അവിടത്തേക്ക് വരില്ല. മോളെ,
നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അമ്മ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട.